യെസ്, അപ്പൊ MP നികേഷ് കുമാറിന്റെ പേര് അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നിർദ്ദേശിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ചെറിയ ചില ഭിന്നതയും എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യക്കുറവ് അവിടുത്തെ ഏരിയ കമ്മിറ്റി ഒരു താല്പര്യക്കുറവൊക്കെ അവർക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. അതായത് സംസ്ഥാന സെക്രട്ടറിക്ക് ഇടപെട്ട മറികടക്കാത്ത ഒരു താല്പര്യക്കുറവുണ്ടോ? CPM-നകത്ത് എന്തായാലും ഇല്ല. അപ്പൊ അങ്ങനെ ചില സാധ്യതകൾ കൂടി അവിടെ ചില അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് അത് പോകണ്ടേ? യെസ്, അപ്പൊ ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് കണ്ണൂരിൽ നിന്ന്. ബിജീഷ്, അങ്ങനെ തളിപ്പറമ്പ് സീറ്റ് ഒരു ഹോട്ട് സീറ്റായി മാറാൻ പോവുകയാണ്. MP നികേഷ് കുമാറിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. താഴെത്തട്ടിൽ ഉയരുന്ന ചില എതിരഭിപ്രായങ്ങൾ, എതിർവികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ CPM നേതൃത്വത്തിന് കഴിയുമെങ്കിൽ അവിടെ MP നികേഷ് കുമാറിന് തന്നെ സാധ്യത എത്രത്തോളം പ്രവചിക്കാം? ജിൽസി, സൈഫു, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ഏതായാലും തളിപ്പറമ്പിൽ സീറ്റ് ചർച്ച നേരത്തെ തന്നെ CPM-ൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. പല തലങ്ങളിൽ നടക്കുന്ന ഈ ചർച്ചകൾക്കിടെയാണ് ഇപ്പോൾ തളിപ്പറമ്പ് സീറ്റിനകത്ത് MP നികേഷ് കുമാർ എന്ന് പറയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ പേര് ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ നിലവിലുള്ള തളിപ്പറമ്പ് MLA-യും അതുപോലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള MP ഗോവിന്ദനാണ്. അദ്ദേഹം പറഞ്ഞത് നിയമസഭയിലേക്ക് ഒരു ഷുവർ സീറ്റ് MP നികേഷ് കുമാറിന് കൊടുക്കണം. കാരണം മാധ്യമപ്രവർത്തന മേഖല വിട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നികേഷിന് ഇത്തവണ ഒരു സീറ്റ്, ഉറച്ച സീറ്റ് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് MP ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ 2016 നമുക്കറിയാം, അന്നാണ് ആദ്യമായിട്ട് MP നികേഷ് കുമാർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. മാധ്യമപ്രവർത്തനത്തിലെ ഒരു ഇടവേള എടുത്തു വന്ന നികേഷ് കുമാറിന് അന്ന് CPM സ്വതന്ത്രനായി മത്സരിച്ചു. അഴീക്കോട് എന്ന് പറയുന്ന UDF-ന്റെ ഒരു സിറ്റിംഗ് സീറ്റിലാണ് അന്ന് നികേഷ് കുമാറിന് മത്സരിക്കേണ്ടി വന്നത്. സിറ്റിംഗ് MLA ആയ മുസ്ലിം ലീഗിലെ KM ഷാജിയോട് മത്സരിച്ച നികേഷ് കുമാർ അന്ന് ഏകദേശം 5000-ൽ പരം വോട്ടിനാണ് തോൽവി സംഭവിച്ചത്. ഇതിനെ തുടർന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തന രംഗത്തേക്ക് തന്നെ വീണ്ടും മടങ്ങിപ്പോയി. പക്ഷേ 2023-ന്റെ അവസാന കാലഘട്ടം ആകുമ്പോഴേക്ക് നികേഷ് വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് കണ്ണൂർ ഭരണശ്ശേരിയിലുള്ള CPM ബ്രാഞ്ച് കമ്മിറ്റിയിൽ അദ്ദേഹം ആദ്യം അംഗത്വം എടുക്കുകയുണ്ടായി. പിന്നീട് വന്ന സമ്മേളന കാലയളവിൽ അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് മറ്റൊരു നീക്കം നടക്കുന്നത്. അതും MP ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി വന്നതിന് പിന്നാലെയാണ്. അതായത് CPM-ന്റെ സോഷ്യൽ മീഡിയ വിഭാഗം തലവനായിട്ടാണ് പിന്നീട് MP നികേഷ് കുമാറിനെ നമ്മൾ കാണുന്നത്. അതായത് മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന് വിരമിച്ചു എന്നുള്ള പ്രഖ്യാപനം വരുന്നു. പിന്നീട് CPM-ന്റെ സോഷ്യൽ മീഡിയ രംഗത്തെ അതിന്റെ തലവനായി വരികയും AKG സെന്ററിൽ അതിനായി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ വലിയ വിമർശനം MP നികേഷ് കുമാറിനും ആ സംഘത്തിനുമെതിരെ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിനകത്ത് MP നികേഷ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കണം, തന്റെ പിൻഗാമിയായി വരണം എന്നുള്ളൊരു നിർദ്ദേശം MP ഗോവിന്ദൻ സംസ്ഥാന നേതൃത്വത്തിന് മുൻപാകെ വെച്ചിരിക്കുന്നത്. അതിന് പറയുന്ന കാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് CPM-ന്റെ പ്രാദേശിക നേതൃത്വം, ഈ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ തളിപ്പറമ്പിലുള്ള പ്രാദേശിക നേതൃത്വം MP നികേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വലിയ തോതിൽ എതിർക്കുന്ന ഒരു സമീപനമാണ് കാഴ്ചവെക്കുന്നത്. അതിനൊരു 2-3 കാരണങ്ങളുണ്ട്. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP ഗോവിന്ദൻ നേടിയ ഭൂരിപക്ഷത്തിന്റെ കാര്യം തന്നെയാണ്. 2021-ൽ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള VK അബ്ദുൾ റഷീദാണ്. റഷീദ് നേടിയ വോട്ടും അതുപോലെ പ്രചരണ രംഗത്ത് റഷീദ് പുലർത്തിയ ഒരു മുൻതൂക്കവും ഒക്കെ വിലക്കെടുക്കുമ്പോൾ അതിനെ കണക്കാക്കുമ്പോൾ ഒരു വലിയൊരു മുതിർന്ന നേതാവ് അല്ലെങ്കിൽ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനെ ഇറക്കാതെ വന്നു കഴിഞ്ഞാൽ ഇത്തവണ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്കയാണ് CPM-ന്റെ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നികേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഏരിയ കമ്മിറ്റിയും അതുപോലെ തന്നെ തളിപ്പറമ്പിലുള്ള ലോക്കൽ കമ്മിറ്റികളിൽ ഭൂരിഭാഗവും അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് ബ്ലോക്ക് ഉൾപ്പെടെ LDF-ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇക്കാര്യവും ഈ ഏരിയ കമ്മിറ്റിയിലുള്ള അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിലുള്ള ആൾക്കാർ ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരടുത്ത് കൃത്യമായ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MP നികേഷ് കുമാറിനെ ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി നിർത്താൻ കഴിയില്ല എന്നുള്ളൊരു സമീപനമാണ് ഈ പ്രാദേശിക നേതാക്കന്മാരിൽ നിന്ന് ഉയരുന്നത്. ഇതിന് പകരം MP ജയരാജൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അതുപോലെ തന്നെ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MP ജയരാജനെ മത്സരിപ്പിക്കുക, അല്ലെങ്കിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവായിട്ടുള്ള N സുകന്യ, അതുമല്ലെങ്കിൽ DYFI നേതാവും യുവജനക്ഷേമ ബോർഡ് ചെയർമാനുമായിട്ടുള്ള M ഷാജർ, ഈ തുടങ്ങിയ 3 പേരുകളിലാണ് പ്രാദേശിക നേതാക്കന്മാർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ച വരുന്നത്. ഏതായാലും ഒരു മൂന്നാം LDF സർക്കാരിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ LDF സജീവമായി കൊണ്ടുപോകുമ്പോൾ തളിപ്പറമ്പ് പോലെ ഒരു ഉറച്ച മണ്ഡലത്തിൽ MP നികേഷ് കുമാറിനെ പോലെ സജീവ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളെ ഇറക്കിക്കഴിഞ്ഞ് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കൈപ്പൊള്ളൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം പ്രാദേശിക തലത്തിലില്ല. അത് സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും അത് വഹിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്രാദേശിക തലത്തിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ നികേഷ് കുമാറിൻ്റെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം
അത്ര പെട്ടെന്ന് അല്ലെങ്കിൽ അത്ര എളുപ്പത്തിൽ സാധ്യമാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ജിൽസി.